ബീഹാറിലെ കനത്ത തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിയിൽ നിർണായക യോഗം ഇന്ന് ചേർന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, കെ.സി. വേണുഗോപാൽ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുത്തു. ബീഹാറിലെ മഹാതോൽവി യോഗം പരിശോധിച്ചു. തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നിൽ വലിയ തട്ടിപ്പ് നടന്നുവെന്ന് കെ.സി. വേണുഗോപാൽ ആരോപിച്ചു. അതീവ ഗുരുതരമായ സ്ഥിതിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഡാറ്റകൾ ശേഖരിച്ച ശേഷം അത് പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇതിനെതിരെ തുടർ നടപടി ഉണ്ടാകുമെന്നും കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. വാക്കുകൾ കേൾക്കാം. ആർക്കും വിശ്വസിക്കാവുന്ന റിസൾട്ടല്ല ബീഹാറിൽ വന്നിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവർ മത്സരിച്ച സീറ്റുകളിൽ 90% പേരും ജയിക്കുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളിതിലെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൃത്യമായിട്ടുള്ള എവിഡൻസുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. ഡിസൈൻഡ് ഇലക്ഷൻ റിസൾട്ടാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് ക്ലിയർ മാനിപ്പുലേഷനാണ്, സംശയമില്ല. ഇന്ത്യൻ ജനാധിപത്യം അപകടകരമായ സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ്. ഈ മറുപടി കൊണ്ട് മാത്രം തൃപ്തി വന്നാൽ മതിയോ? ഏതൊക്കെ തലത്തിലുള്ള പരിശോധനകൾ, ഏതൊക്കെ തരത്തിലുള്ള പാഠങ്ങൾ, സന്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പുനഃപരിശോധന, തിരുത്തലുകളൊക്കെ നടത്തി കോൺഗ്രസിന് മുന്നോട്ട് പോകേണ്ടി വരും. കോൺഗ്രസിന് മാത്രമല്ല, ഈ മത്സരത്തിന് ഇറങ്ങിയ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷികൾക്കുള്ള ഒക്കെ വലിയ ബാധ്യതയായി മാറുന്നു എന്നുള്ളതാണ്. നമുക്കിതിലെ വിശദമായ പരിശോധനയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്നോടൊപ്പം രാജീവ് ദേവരാജും അഭിലാഷ് മോഹനും ചേരുകയാണ്. ഇവിടെ ഇപ്പോൾ കേട്ടത് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണമാണ്. പ്രധാനപ്പെട്ട യോഗം അദ്ദേഹം കഴിഞ്ഞ ശേഷം വരുമ്പോൾ പറയുന്നത് വോട്ടുകൊള്ള എന്ന ഒരു ആരോപണം അത് കടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കനത്ത തോൽവിക്ക് മറുപടി ഈ വോട്ടുകൊള്ള കൊണ്ട് മാത്രമാകുമോ? കോൺഗ്രസ് അവരുടെ തോൽവി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാണാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സൂചനയാണ് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യം, ഇന്ത്യൻ ജനാധിപത്യം വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്ത വിക്ടറിയാണ്. ഇപ്പോൾ ഇലക്ഷൻ മാനേജ്മെൻറ്റിൽ ഒരു എതിരാളിയെ എങ്ങനെയും തോൽപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയും തോൽപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് അത് മാറുന്നത് അതിന് പല ഘടകങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഈ 10,000 രൂപ സ്ത്രീകൾക്ക് കൊടുത്തത് അടക്കമുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന സർക്കാരിന് അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. അങ്ങനെ ചെയ്യാനും പ്രഖ്യാപിക്കാനും. അത് ഒരു പ്രതിപക്ഷത്തിരിക്കുന്നവർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയും അതിൻ്റെ ആദ്യഘട്ടമെങ്കിലും നടപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ വലിയ വിശ്വാസ്യത ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ ഇതൊക്കെ മാനേജ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതും ഒക്കെ ഈ ഒരു വലിയ ഇലക്ഷൻ മാനേജ്മെൻറ്റിൽ ജനാധിപത്യ അംശങ്ങൾ ചോർന്ന് പോകുന്നതിനും ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഇല്ലാതായി പോകുന്നതിൻ്റെ വളരെ വ്യക്തമായ ഒരു ഉദാഹരണം തന്നെയാണ് നമ്മളിപ്പോൾ ബീഹാറിൽ കണ്ടത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിന് വലിയ ഒരു 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 ഭീഷണി നേരിടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് തോറ്റു? പക്ഷേ അവിടെ ഈ പറയുന്ന 10,000 രൂപ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ നൽകിയെന്ന് പറയുമ്പോൾ മറുചോദ്യമായി NDA ക്യാമ്പ് അല്ലെ BJP വരുന്നത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾക്ക് കോടതി പോയിക്കൂടാ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്ന് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടു? അല്ല, ഇതൊന്നും അല്ല. പക്ഷേ ഒരു സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും? എവിടെ ഏത് കോടതിയിൽ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാം. അതിനു മുൻപുള്ള ഒരു സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതി എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്? അപ്പോൾ അതിനപ്പുറം കോൺഗ്രസ് എന്തുകൊണ്ട് തോറ്റു? കോൺഗ്രസിന് സംഘടനാപരമായി എത്രത്തോളം ബലം അവിടെ ഉണ്ട്? കോൺഗ്രസ് എടുത്തുയർത്തിയ മുദ്രാവാക്യങ്ങൾ ബീഹാറിലെ പ്രാദേശിക സാഹചര്യത്തിൽ എത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതാണ്. ജനങ്ങളിൽ നിന്ന് എങ്ങനെ പ്രതികരണം ഉണ്ടാക്കുന്ന വിഷയങ്ങളാണോ കോൺഗ്രസ് ഏറ്റെടുത്തത്? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായോ? സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചാൽ വളരെ വ്യാപകമായ രീതിയിൽ ആക്ഷേപമുണ്ട്. യഥാർത്ഥത്തിൽ നല്ല സ്ഥാനാർത്ഥികളല്ല കോൺഗ്രസ് തീരുമാനിച്ചത്. പലയിടത്തും അതായത് കാശ് വാങ്ങിക്കൊണ്ട് ടിക്കറ്റ് കൊടുത്തു എന്ന ആരോപണം വരെ ബീഹാറിൽ പലയിടത്തും പ്രാദേശിക തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ദൗർബല്യങ്ങൾ, ഇതിപ്പോൾ വേറൊരു കാര്യം, കോൺഗ്രസിന് മാത്രമായി ഉണ്ടായ ദൗർബല്യമല്ല. കഴിഞ്ഞ തവണ അതായത് ഭരണത്തിൽ വന്നില്ല എങ്കിലും RJD വലിയ രീതിയിൽ സീറ്റ് നേടിയ ആ RJDക്ക് പോലും പകുതിയിൽ താഴെ സീറ്റിലേക്ക് ചുരുങ്ങി പോകേണ്ടി വന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് മാത്രമായിട്ടുള്ള പരാജയമായിട്ട് കാണാൻ കഴിയില്ല. പക്ഷേ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ദേശീയ പാർട്ടിയായ കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിൽ, ബംഗാളിൽ, തമിഴ്നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ, അസമിലൊക്കെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കോൺഗ്രസിന് വലിയൊരു ആത്മബലം ചോർത്തിക്കളയുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ DMK-യുമായിട്ട് സീറ്റ് ചർച്ച നടത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ബീഹാറിൽ തോറ്റ് എല്ലായിടത്തും തോറ്റിട്ട് വന്ന പാർട്ടി വലിയ രീതിയിലുള്ള ഒരു ബാർഗൈനിങ് പവർ കോൺഗ്രസിന് നഷ്ടപ്പെടുത്തും. അഭിലാഷ്, പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം കോൺഗ്രസിന് മുന്നിൽ ഉണ്ടോ? കോൺഗ്രസ് എടുക്കുന്ന സമീപനങ്ങൾ തിരുത്തേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് ഈ പഴയ പാരമ്പര്യം അവകാശപ്പെട്ട് അതിൻ്റെ തഴമ്പിൽ നമ്മൾ പറയുന്നത് പോലെ പല സംസ്ഥാനങ്ങളിലെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ അവിടെ ഒരു അനാവശ്യ ക്ലെയിമിങ്ങിനടക്കം പോയതിൻ്റെ പരിണിത ഫലമാണ്, ഇമ്പാക്റ്റാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ എന്തുകൊണ്ട് മഹാഗഡ്ബന്ധൻ തോറ്റു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ
NDAയും മഹാഗഡ്ബന്ധനും തമ്മിലുള്ള മത്സരം. അതിൽ NDA എന്ന് പറയുന്നത് വളരെ സുഘടിതമായ സുശക്തമായ ഒരു മുന്നണിയായിരുന്നു. മറുവശത്ത് മഹാഗഡ്ബന്ധനിൽ ജനസ്വാധീനമുള്ള പാർട്ടിയായി RJD മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ NDAയിൽ JDUവും BJPയും തുല്യ പങ്കാളികളാണ്. രണ്ട് കൂട്ടരും 101 സീറ്റുകളിൽ വീതം മത്സരിക്കുന്നു. ബീഹാർ എല്ലാ കാലത്തും സാമുദായിക രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള മണ്ണാണ്. അത് ഇപ്പോൾ പലരും ഈ വിജയത്തെ ജാതി പരിഗണനകൾക്കപ്പുറത്തുള്ള വിജയം എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ നോക്കൂ, ഇപ്പോൾ BJPയെ സംബന്ധിച്ച് അവിടുത്തെ സവർണ വോട്ടുകൾ, ഇപ്പോൾ ഭൂമിഹാർ, അതുപോലെ തന്നെ കായസ്ഥ ബ്രാഹ്മിൺ വോട്ടുകൾ, അത് BJPക്ക് എല്ലാ കാലത്തും അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന, പണ്ട് BJPയുടെ കാലത്തിന് മുമ്പ് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടാണ്. അത് BJPയുടെ വോട്ട് ബാങ്കാണ്. യാദവ് ഇതര പിന്നോക്ക വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് കുറുമി അടക്കമുള്ള വിഭാഗങ്ങൾ JDUവിൻ്റെ വോട്ട് ബാങ്കാണ്. അവിടെ ചിരാഗ് പാസ്വാന്റെ LJP വളരെ ഫലപ്രദമായി പഴയ രാംവിലാസ് പാസ്വാന്റെ പ്രഭാവം അതേപോലെ നിലനിർത്തിക്കൊണ്ട് ദളിത് വോട്ടുകൾ N ബ്ലോക്കായി പോൾ ചെയ്യിച്ചു. അതുപോലെ തന്നെ RLM, അവിടെ കൊയരി സമുദായത്തെ സംബന്ധിച്ച് RLMന്റെ വോട്ടുകൾ വളരെ നിർണായകമാണ്. RLM അവിടെ പ്രധാനപ്പെട്ട റോൾ വഹിച്ചു. അതേപോലെ തന്നെ അവിടുത്തെ ഏറ്റവും പിന്നാക്കക്കാരായ അതിദളിത് വിഭാഗക്കാരെ, മുസാഹിറുകൾ അടക്കമുള്ള അതിദളിത് വിഭാഗക്കാരെ പ്രതിനിധീകരിച്ച് ജിതാൻ റാം മഞ്ജിയുടെ HAM, ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച, ഇങ്ങനെ യാദവ് ഇതര ഹൈന്ദവ വിഭാഗങ്ങളുടെ എല്ലാം ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ അപ്പുറത്ത് BJP കഴിഞ്ഞു. അതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ്. അത് മാത്രമല്ല, അപ്പോൾ ജംഗിൾ രാജ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആക്കി കൊണ്ടുവരാൻ കഴിഞ്ഞു. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ യാദവ് യുവാക്കൾ മീശയൊക്കെ പിരിച്ച് രംഗ്ദാർ റീൽസ് ഒക്കെ ഇട്ടത് വലിയ തോതിൽ കൗണ്ടർ പ്രൊഡക്റ്റീവായി. കാരണം യാദവ ഇതര മറ്റ് വിഭാഗങ്ങളൊക്കെ 90 മുതലുള്ള 15 വർഷത്തേതുപോലെ വീണ്ടും ഒരു യാദവ ഭരണം വരാൻ പോവുകയാണ്, യാദവ ഗുണ്ടാ രാജ് വരികയാണ്, ഞങ്ങൾ അരികുവൽക്കരിക്കപ്പെടും എന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഒരു യാദവ വിരുദ്ധ കൺസോളിഡേഷൻ അവിടെ ഉണ്ടായി. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ആ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. യാദവ് വോട്ടുകൾ ഇത്തവണയും RJDക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ വോട്ട് ഷെയർ 22% ഉണ്ട്, 22.5% വോട്ട് ഷെയർ ഉണ്ട്. അപ്പോൾ യാദവ ഇതര പിന്നോക്ക വിഭാഗങ്ങളുടെയും ദളിതുകളുടെയും ഒക്കെ സ്വാഭാവികമായും സവർണ ജാതികളുടെയും ഒക്കെ ഒരു കൺസോളിഡേഷൻ അവിടെ ഉണ്ടായി എന്ന ഒന്നാമത്തെ ഘടകം. ആ കൺസോളിഡേഷൻ സാധ്യമാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികൾ NDA മുന്നണിയിൽ ഉണ്ടായിരുന്നു. പിന്നെ MY വോട്ട് ബാങ്കാണ് വലിയ തോതിൽ സഹായിച്ചുകൊണ്ടിരുന്നത് ഈ RJDയെ സംബന്ധിച്ച്. ഈ തവണ സംഭവിച്ചത് മുസ്ലിം വോട്ടുകൾ, MYയിലെ M പഴയതുപോലെ RJDക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യത്തിന് കിട്ടിയില്ല. പഴയതുപോലെ എന്ന് പറയുമ്പോൾ നോക്കൂ, ഇപ്പോൾ AIMIM 6 സീറ്റുകളാണ് സഖ്യത്തിൽ ചോദിച്ചത്. ഇപ്പോൾ സീമാഞ്ചൽ മേഖലയിൽ വെറും 3 സീറ്റേ സഖ്യത്തിന് MGBക്ക് കിട്ടിയിട്ടുള്ളൂ. സീമാഞ്ചൽ മേഖലയിൽ 5 സീറ്റുകൾ, കിഷൻഗഞ്ച് ജില്ലയിൽ 5 സീറ്റുകൾ അവിടെ MIMനെ സംബന്ധിച്ച് കിട്ടി. മുസ്ലിങ്ങൾ ഇനി മുതൽ ഞങ്ങൾ RJDയുടെയോ കോൺഗ്രസിൻ്റെയോ വോട്ട് ബാങ്ക് ആകേണ്ടതില്ല എന്ന് തീരുമാനിച്ച തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അവിടെ MIM പോലെയുള്ളൊരു പുതിയ പാർട്ടിയുടെ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ അവരുണ്ടായിരുന്നു, താരതമ്യേന പുതിയതെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സ്വത്വ രാഷ്ട്രീയ മുന്നേറ്റം. അത് പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. കാരണം ഒരു മുസ്ലിം ഉപമുഖ്യമന്ത്രിയെ അവർ പ്രതീക്ഷിച്ചിരുന്നു. VIP എന്ന വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എന്ന പാർട്ടിയെ, മല്ല സമുദായത്തിൻ്റെ വോട്ട് പ്രതീക്ഷിച്ചാണ് മുന്നണിയിലെടുത്തത്. ഉപമുഖ്യമന്ത്രിയായ മുകേഷ് സാഹ്നിയെ പ്രഖ്യാപിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ വളരെ ചെറിയ നെഗ്ലിജിബിൾ പ്രസൻസ് ഉള്ള അവർക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തു. ഞങ്ങൾ വോട്ട് കുത്തികൾ മാത്രമാണോ എന്ന ആ തരത്തിലുള്ള ക്യാമ്പയിൻ അവിടെ OICക്ക് നടത്താൻ സാധിച്ചു. ഞങ്ങൾ വോട്ട് കുത്തികൾ മാത്രമല്ല എന്ന നിലയിൽ മുസ്ലിം വികാരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്നത് യാദവ വോട്ട് മാത്രം കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു വിഭാഗം മുസ്ലിം വോട്ടും കൂടി കൂട്ടിക്കൊള്ളും, ആ തരത്തിലുള്ള ഒരു കാസ്റ്റ് എഞ്ചിനീയറിംഗ് അവിടെ നടന്നു. അതിന്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ദീർഘവീക്ഷണമില്ലാതെ പോയി എന്ന് മാത്രമല്ല, പിന്നെ നമ്മൾ കാണേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ MMRY പദ്ധതിയുടെ കാര്യം പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന, 1.25 കോടി വനിതകളാണ് ഫോം ഒപ്പിട്ട് കൊടുത്താൽ ആദ്യ ഇൻസ്റ്റാൾമെന്റ് ആയ 10,000 രൂപ കിട്ടും. 1.25 കോടിയിലധികം വനിതകൾ എന്ന് പറഞ്ഞാൽ 1.25 കോടി കുടുംബങ്ങൾ. ഒരു കുടുംബത്തിൽ എത്ര വോട്ടുണ്ട് എന്ന് ആലോചിച്ചാൽ മതി. എനിക്ക് നമ്മുടെ കേരള സാഹചര്യത്തിലാണെങ്കിൽ പോലും നമുക്കൊരു വെൽഫെയർ പ്ലാൻ വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇത്രയും നമുക്ക് പക്ഷേ നമ്മൾ സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി സെറ്റപ്പ് ആയ നിലയിലായിട്ട് പോലും നമുക്കൊരു വെൽഫെയർ പ്ലാനോട് നമ്മൾ മുഖം കൊടുക്കും. അങ്ങേയറ്റം സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനം, അവിടെ നോക്കൂ, വനിതകളെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയായി ഡെവലപ്പ് ചെയ്യാൻ നിതീഷ് കുമാറിന് കഴിഞ്ഞു. അത് 2005 അദ്ദേഹം അധികാരത്തിലെത്തുന്നത് മുതൽ ഇങ്ങോട്ട്, ഇപ്പോൾ നിതീഷ് കുമാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് 2,70,000 പാരാ ടീച്ചർമാർ, അവർ പൂർണ്ണമായും അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചർമാരൊന്നും ആയിരുന്നില്ല. പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പെൺകുട്ടിക്ക് സ്കൂളിൽ പോകാൻ സൈക്കിൾ പദ്ധതി, ഇങ്ങനെ വനിതകളെ, മദ്യനിരോധനം, ഇങ്ങനെ കഴിഞ്ഞ 20 വർഷമായി വനിതകളെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയായി ഡെവലപ്പ് ചെയ്യുന്നതിൽ നിതീഷ് കുമാർ വിജയിച്ചു. അതിന്റെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്നുള്ള നിലയിലാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന പ്രഖ്യാപിച്ചത്. അത് വലിയ തോതിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ MMRY പദ്ധതിയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ അതിനകത്ത് കാണേണ്ട, ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉന്നയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നോക്കൂ, ഇതേ മോഡലിലുള്ള പദ്ധതികൾ ഇപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാന്റെ സർക്കാർ മധ്യപ്രദേശിൽ വളരെ അൺപോപ്പുലർ ആയി നിൽക്കുന്ന സമയത്താണ് ലാഡ്ലി ബെഹൻ സ്കീം പ്രഖ്യാപിക്കുന്നത്. അവിടെ അവർ തെരഞ്ഞെടുക്കപ്പെട്ടു. മഹാരാഷ്ട്രയിൽ ഇതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഏറ്റു നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ അന്നത്തെ സർക്കാർ, അന്നത്തെ കോയലേഷൻ സർക്കാർ, ഏക്നാഥ് ഷിൻഡെയുടെ സർക്കാർ ലഡ്കി ബഹൻ യോജന പ്രഖ്യാപിക്കുന്നത്.
നടപ്പാക്കുന്നത്. ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി മാഞ്ചി പദ്ധതി. ഇങ്ങനെ ഈ തരത്തിൽ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ പദ്ധതികൾ നടപ്പാക്കുന്ന സർക്കാരുകൾക്ക് റീഇലക്ഷൻ കിട്ടുന്നത് ലെവൽ പ്ലേയിങ് ഫീൽഡ് നിഷേധിക്കലാണ്. അത് ഭരിക്കുന്ന പാർട്ടികൾക്ക് ആനുകൂല്യം വലിയ തോതിൽ കിട്ടുന്നതാണ്. അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് യഥാർത്ഥത്തിൽ ഒരു മത്സര സാധ്യതയെ ഇല്ലാതാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അവിടെയാണ് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇതൊരു ശരിയായ, ഇത് നീതിപൂർവകമല്ല എന്ന നിലപാടെടുക്കേണ്ടത്. അവിടെ അവസാനമായി നമുക്ക് ഈ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട പ്രബലമായിട്ടുള്ള സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിലേക്ക് വരാൻ പോവുകയാണ്. ഇനി എന്താണ് ഇന്നലെ നരേന്ദ്രമോദി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ വാക്കുകളിൽ പറഞ്ഞ എന്താണ്, കോൺഗ്രസ് സ്പ്ലിറ്റ് ആവാൻ പോവുകയാണ്, കോൺഗ്രസ് പിളർപ്പിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ വ്യക്തമായ പ്ലാനിങ്ങിലൂടെ പോവാണ്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അവർ പറയുന്നത് അടുത്ത ബംഗാളിലേക്കുള്ള അവർ എറിഞ്ഞു കഴിഞ്ഞു. ബംഗാളിൽ അവർ എന്തൊക്കെ നീക്കങ്ങൾ ചരടുപടി നടത്താമോ അതെല്ലാം നടത്താൻ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. ഇനി കോൺഗ്രസിന് ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിരിച്ചുവരവ് അത്ര പെട്ടെന്നുണ്ടാകുമോ? എന്താണ് മനസ്സിലാക്കുക? കോൺഗ്രസിന് ഇപ്പോൾ 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലും അതുപോലെ തന്നെ അസമിലുമാണ് കോൺഗ്രസിന് പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്ന 2 സംസ്ഥാനങ്ങൾ. അതിൽ അസമിൽ കുറെ കൂടെ ഒരു വലിയ പ്രതീക്ഷ അവർ വെക്കുന്നുണ്ട്, കേരളത്തിലും അതുപോലെ പ്രതീക്ഷ വെക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ രണ്ടിടത്തും ഈ സർക്കാരുകളുടെ എല്ലാം മുന്നിൽ വലിയ മാതൃകയാണ് ഇപ്പോൾ ബീഹാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യമുണ്ടല്ലോ, ജനക്ഷേമകരമായ പദ്ധതികൾ. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരത്തിൽ നേരിട്ട് പൈസ കൊടുക്കുന്ന ആദ്യ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു വല്ലാത്തൊരു അവസ്ഥ ഇരുന്നപ്പോൾ ഒരു കിറ്റ്, നമ്മളെപ്പോഴും പറയുന്ന കിറ്റ്, അത് അന്നത്തെ ഒരു സാഹചര്യം അത് കോവിഡ് സാഹചര്യം ഉണ്ടായിരുന്നു. കോവിഡ് സാഹചര്യത്തിൽ ജനങ്ങൾക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു. അത് ഈ വോട്ടുകളെല്ലാം സർക്കാരിനെ അനുകൂലമാക്കുന്നതിൽ ഒരു തരത്തിൽ വലിയ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച് നൽകുന്നത് അടക്കമുള്ള പദ്ധതികൾ, ഒരു വീട്ടിൽ തന്നെ 2 പേര് ഉണ്ടെങ്കിൽ ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ കുട്ടികൾക്ക് യുവാക്കൾക്കുള്ള പദ്ധതി, ഈ സ്ത്രീകൾക്കുള്ള പദ്ധതി, ഇങ്ങനെ അധികം പൈസ വരുന്ന രീതിയിലേക്ക് പോവുകയാണ്. വേണമെങ്കിൽ അല്ലല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണമെങ്കിൽ സർക്കാരിന് വീണ്ടും പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാം. അതുപോലെ തന്നെ അസമിലെ BJP സർക്കാരിനും ഇതൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ബീഹാർ ഒരു വലിയ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇക്കാര്യത്തിൽ.